തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരന്റെ നാമനിർദ്ദേശ പത്രിക തള്ളണമെന്ന ആവശ്യവുമായി സുപ്രീം കോടതി അഭിഭാഷക. നാമനിർദ്ദേശ പത്രികയ്ക്ക് ഒപ്പം സമർപ്പിച്ച രേഖകളിലെ ആസ്തി വിവരത്തിൽ അപാകത ഉണ്ടെന്നാണ് പരാതി. ജില്ലാ കളക്ടർ ജെറമിക് ജോർജിനാണ് അഭിഭാഷകയായ അവനി ബൻസാല പരാതി നൽകിയത്. നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം സമർപ്പിച്ച രേഖകളിൽ തെറ്റായ വിവരങ്ങൾ തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ സമർപ്പിച്ചു എന്നാണ് പരാതി. ഇത് ചൂണ്ടിക്കാട്ടിയാണ് സുപ്രീം കോടതി അഭിഭാഷകയായ ആവണി ബൻസാല മുഖ്യ വരണാധികാരിയായ തിരുവനന്തപുരം ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയത്. 2021-22 വർഷം 680 രൂപ മാത്രമാണ് ആദായ നികുതി പരിധിയിൽ വരുന്നതായി സത്യവാങ്മൂലത്തിൽ സമർപ്പിച്ചിട്ടുള്ളത്. 28 കോടി രൂപ മാത്രമാണ് ആസ്തി എന്നാണ് സത്യവാങ്മൂലത്തിലെ കണക്കുകൾ. 2023-ൽ 5.59 ലക്ഷം മാത്രമാണ് വരുമാനമെന്നുമാണ് പറയുന്നത്. ജൂപ്പിറ്റർ ഉൾപ്പെടെയുള്ള പ്രധാന കമ്പനികളുടെ കണക്കുകൾ ഒന്നും സത്യവാങ്മൂലത്തിൽ ഇല്ല എന്നാണ് ആവണി ബൻസാലയുടെ ആരോപണം. ബംഗളൂരുവിലെ ബസ്തിയുടെ ഉടമസ്ഥാവകാശവും രാജീവ് ചന്ദ്രശേഖർ വെളിപ്പെടുത്തിയിട്ടില്ലെന്ന് പരാതിയിൽ പറയുന്നു. വസ്തുനികുതി അടച്ചതിന്റെ രേഖകളും അഭിഭാഷക പുറത്തുവിട്ടു. തെറ്റായ വിവരങ്ങൾ സത്യവാങ്മൂലത്തിൽ സമർപ്പിച്ച NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരന്റെ നാമനിർദ്ദേശ പത്രിക തള്ളണം എന്നാണ് ജില്ലാ കളക്ടർക്ക് നൽകിയ പരാതിയിൽ അഭിഭാഷകയുടെ ആവശ്യം. അതേസമയം നാമനിർദ്ദേശ പത്രിക സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം അംഗീകരിച്ചു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.